Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രോക്കിലൊക്കെ കാണുന്ന വൃദ്ധക്കുട്ടിയുടെയൊക്കെ ഫ്രോക്കിലൊക്കെ കാണുന്ന ആ ഒരു ഫ്രില്ലുണ്ടല്ലോ. അപ്പോൾ ഇതുപോലത്തെ ഫ്രില്ല് നമ്മളെ നോർമൽ മെഷീനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫാബ്രിക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പീസാണെങ്കിലും എത്രത്തോളം ഫോൾഡ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ടിങ്ങിന് സുഖമാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ലെങ്ത്തിലുള്ള പീസ് കട്ട് ചെയ്യുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫാബ്രിക്കിനെ നമുക്ക് ഒരുപാട് മടക്കാൻ പറ്റും. എത്രത്തോളം മടക്കാൻ പറ്റുന്നോ അത്രത്തോളം മടക്കിയിട്ട് 3 ഇഞ്ച് വീതി എടുത്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതൊക്കെ ലെവലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് മെഷീൻ ഇതേപോലെ വെക്കുക. സെൻട്രൽ ഭാഗത്താവണം വെക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ 2 കൈയും ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ഫ്രില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ 2 കൈയിൻ്റെ തള്ളവിരൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രിൽസ് ഇടുകയാണ് ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ 2 വിരലുകൊണ്ടും ഒരേപോലെ നമുക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു നോർമൽ മെഷീനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 2 കൈയായിട്ടും ഇങ്ങനെ നമ്മൾ ഫ്രില്ല് ഇടുകയും വേണം. പിന്നെ നമ്മൾ ആ ഒരു വീല് കറക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ചവിട്ടാൻ പറ്റില്ലല്ലോ. അതേപോലെ ഇതിന് മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വിഷയമല്ല കേട്ടോ. എൻ്റെ മെഷീനിൽ മോട്ടറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഫ്രില്ലൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വേറെല്ലാം മെഷീനിലൊക്കെ ആകുമ്പോൾ ഹൈ സ്പീഡ് മെഷീനിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഫൂട്ടൊക്കെ മാറ്റിയിട്ട് ഇതിന് ഇങ്ങനെ ഇതുപോലെ ഫ്രില്ലായി വരുന്ന ഫൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സാധാ നോർമൽ മെഷീനിൽ മോട്ടറൊന്നും ഇല്ലാത്ത മെഷീനിൽ നമുക്ക് ഈ ഒരു ഫ്രില്ല് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ചാക്കിയിട്ട് കുറച്ച് ടൈം ആവശ്യമുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് വരാൻ കുറച്ചധികം നമുക്ക് ടൈം ആവും. അപ്പോൾ നമ്മൾ സാവധാനം നമ്മൾ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഭംഗിയിൽ മറ്റേ മെഷീനിലൊക്കെ ചെയ്യുന്ന അതേ സെയിം രീതിയിൽ തന്നെ നമുക്കും ഈ ഒരു ഫ്രില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 2 കൈ വെച്ചിട്ട് നമുക്ക് നെറിവ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പിച്ച് നെറിവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നിർത്തിയതിന് ശേഷം ഇതുപോലെ നമ്മൾ വീണ്ടും തിരച്ച് ഇങ്ങനെ കൊണ്ടുപോയില്ലേ അതേപോലെ ചെയ്യുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെൻറ്ററിൽ കൂടെ തന്നെ ആവണം നമ്മൾ സ്റ്റിച്ച് പോകുന്നത്. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെൻറ്ററിലൂടെ തന്നെയാണോ ഈ ഒരു സ്റ്റിച്ച് പോകുന്നതെന്നും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ആ സെൻറ്റർ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂണ്ടുവിരലും അതേപോലെ തന്നെ നടുവിരലും കൂടെ ഉപയോഗിക്കും. കാരണം അത് രണ്ടും ഇങ്ങനെ വി ഷേപ്പിലാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. സെൻറ്ററിലൂടെ തന്നെ എനിക്ക് കിട്ടാറുണ്ട് സ്റ്റിച്ച്. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ കയ്യിൽ സൂചി നീഡിൽ കയറാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട്. സെൻറ്റർ ഭാഗത്ത് കൂടെ തന്നെയാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ച് പോവാറ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. നീഡിൽ കയ്യിൽ കുത്താതെ വേണം നോക്കാനായിട്ട്, ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ചൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ഫ്രില്ലൊക്കെ വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് സെൻറ്ററിൽ കൂടെ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ ആ ഒരു പീസ് ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാ ഫ്രില്ലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പീസ് എല്ലാ പീസും കൂടെ ഇങ്ങനെ കട്ടിങ് പീസാണെങ്കിൽ അതൊക്കെ യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ലിട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് നീളമുള്ള ഒരു പീസാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊരു പീസ് അതിമ ജോയിൻ ചെയ്യുമല്ലോ, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു ഫ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ പീസുകൾ തമ്മിലിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം എക്സ്ട്രാ ഇങ്ങനെ വെക്കുക. നമ്മൾ ഫ്രില്ലിടാതെ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്തൊരു പീസും കൂടെ എടുക്കുക. ഇതിന് നമുക്ക് യോജിപ്പിക്കാനുള്ളൊരു പീസും കൂടെ എടുക്കുക. അതിപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളൊരു പീസായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഫ്രില്ല് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് കുറച്ചും കൂടെ ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയും വലിയൊരു പീസ് എടുത്ത് നമുക്ക് ഫ്രില്ലിട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതേ ഞാൻ അടുത്തൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിം
കട്ട് ചെയ്ത പോലെ തന്നെ വേറൊരു പീസും കൂടെ ഞാൻ കട്ട് ചെയ്തതാണ്. കണ്ടില്ല, ഇത്രയും ലെങ്ത്തിൽ നമ്മളൊരു പീസ് കട്ട് ചെയ്ത് ഒരു 4 മീറ്ററിൻ്റെ വിടുത്തുണ്ട് കേട്ടോ ഈ ഒരു പീസിന്. ആ 4 മീറ്ററിൽ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ആകെ അത്രയും ലെങ്ത്തിലാണ് ഫ്രില്ല് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ക്ലോത്ത് ആവശ്യമുണ്ടാവും. സാധാരണ ഇപ്പോൾ നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കും, എന്നിട്ട് പിന്നെ ഫ്രില്ലിട്ട് പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ സാധാ ഇതുവരെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഫ്രില്ലിട്ട ആ സെയിം രീതിയിൽ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇതൊരു വേറൊരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കട്ട് ചെയ്യണ പീസുകൾ ഒരേ വിധത്തിൽ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതുമ്പോൾ വെക്കുമ്പോൾ ഈ ഒരു വെക്കണ പീസ് കുറച്ചേറെ വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആകും. കാരണം എല്ലാ പീസുകളും ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് വീണ്ടും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും. ആദ്യം ഈ ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം വേണം. അപ്പോൾ പിന്നെ അങ്ങനെയും കൂടെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മളവിടെ വേറൊരു പീസ് വെച്ചൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാക്കി ഞാൻ ഈ എടുത്ത പീസ് കഴിഞ്ഞാലും നമുക്ക് അടുത്തത് വെക്കണം എന്നുണ്ടെങ്കിലും സെയിം രീതിയിൽ തന്നെ ചെയ്യുക. അതിൻ്റെ കുറച്ച് മുകളിലേക്ക് കയറ്റി വെക്കുക. എന്നൊരു സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഫ്രീൽസുകൾ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ പീസ് ജോയിൻ ചെയ്തതും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പീസ് എടുക്കുക. അടുത്ത പീസ് എടുക്കുമ്പോഴും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു വെക്കാനുള്ള സ്റ്റിച്ച് ചെയ്യാനുള്ള പീസിനെ കറക്റ്റായിട്ട് ഒന്ന് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാ പീസ് ഇടുന്ന പോലെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ 3 പീസുകളും ഇതുപോലെ ജോയിൻ ചെയ്ത് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഒരു 4 മീറ്റർ വീതിയുള്ള പീസ് എടുത്തിട്ട് അതിനെ 3 കഷ്ണാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തു. 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തു പീസ്. ആ 3 ഇഞ്ച് വീതിയിൽ 3 പീസ് കട്ട് ചെയ്തെടുത്തത് ജോയിൻ ചെയ്ത് നമ്മൾ ഫ്രില്ലാക്കി ഇട്ടപ്പോൾ നമുക്ക് ആകെ 4 മീറ്റർ എന്നുള്ള ഒരു വിടുത്ത് പോലും ഇതിന് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത്രക്കും നമ്മൾ തിക്കിലാണ് ഈ ഒരു ഫ്രില്ലുകൾ ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഡ്രസ്സിൽ വെച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മളത് ഫ്രില്ല് ചെയ്യുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ 2 സ്റ്റെപ്പിൽ ചെയ്യാം, 3 സ്റ്റെപ്പിൽ ചെയ്യാം. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ചും നമ്മളെ ടൈമിനനുസരിച്ചും ഭംഗിക്കനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ 2 സ്റ്റെപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ നല്ല ഭംഗി കിട്ടും. 3 സ്റ്റെപ്പിൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഒരു റോസ് ഫ്ലവറിൻ്റെ പോലെ നല്ല ഭംഗിയിൽ പഫി ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ഫ്രില്ല് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 3 ലെയറോ 4 ലെയറോ ഒക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ അത്രയും തുണി നമുക്ക് ആവശ്യം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക കേട്ടോ. ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കെങ്കിലും വീഡിയോ സ്റ്റിച്ചിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.